ഇന്ന് ഞങ്ങളൊന്നിച്ച് ഒരു സൂർ ട്രിപ്പ് പോവാണ്. ഡിസംബർ മാസമായി, നല്ല ക്ലൈമറ്റാണിപ്പോൾ. അപ്പോൾ ഇന്ന് രാവിലെ മസ്കറ്റിൽ നിന്ന് സൂർ വരെ പോയി 3-4 സ്ഥലങ്ങൾ, എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ കുറച്ച് സ്ഥലങ്ങൾ കാണാനുള്ള പരിപാടിയാണ്. ഒരു ദിവസം കാണാൻ പറ്റുന്ന അത്രയും സ്ഥലങ്ങൾ, ആ ഒരു ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. മസ്കറ്റ് സിറ്റിയിൽ നിന്ന് സൂർ എന്ന് പറയുന്നത് 220 കിലോമീറ്ററാണ്. ഞാൻ എയർപോർട്ടിൽ നിന്നുള്ള ദൂരമാണ് പറയുന്നത്. അതുപോലെ ആദ്യം ഞങ്ങൾ കണ്ട ലൊക്കേഷൻ വാദി ഷബ്, 170 കിലോമീറ്റർ മസ്കറ്റ് എയർപോർട്ടിൽ നിന്ന്. അതിനുശേഷം കണ്ടത് പെബിൾ ബീച്ച്. അതിനപ്പുറം ഞങ്ങൾ കണ്ടത് സൂർ സിറ്റിയിലേക്ക് പോയി അവിടെ നിന്നൊരു നല്ല വ്യൂവ്, കുറച്ച് സിറ്റി എക്സ്പ്ലോർ ചെയ്യുക. ഇതാണ് ഞങ്ങൾ ചെയ്തത്. തിരിച്ചു വരുമ്പോൾ മസ്കറ്റിൻ്റെ കുറച്ച് വ്യൂ, അതാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. മസ്കറ്റിൽ നിന്ന് 8 മണിയോടുകൂടി തുടങ്ങിയ യാത്ര കൃത്യം 10 മണിക്ക് വാദി ഷബിൽ 170 കിലോമീറ്റർ താണ്ടി ഞങ്ങൾ ചെല്ലുകയുണ്ടായി. അതിനിടയിൽ ചെറിയൊരു ചായ കുടിക്കാനുള്ള ഒരു ബ്രേക്ക് കോഫി ഷോപ്പുകളിലൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് 2 മണിക്കൂർ എടുത്തത്. ഇനി നമുക്ക് വാദിയിലെ ഒറിജിനൽ കാഴ്ചകളും അവിടെ നടന്ന സംഭവങ്ങൾ, വികാസങ്ങളും ഒച്ച കാഴ്ചകളും നമുക്ക് ഇനി തുടർന്ന് വീഡിയോയിൽ കാണാം. கலர் தண்ணி என்ன டிஃப்ரெண்டா இருக்கு. ഞാൻ ഈ ടൈപ്പിൽ എടുക്കുള്ളൂ. എനിക്ക് യൂട്യൂബ് അപ്ലോഡ് ഇവിടെ ഫ്രഷ് വാട്ടറും കടൽ വാട്ടറും മിക്സ് ആകുന്ന സ്ഥലമാണ്. നമ്മള് പോകേണ്ട ബ്രിഡ്ജ് ആ സൈഡിൽ കാണുന്നത്. ആ താഴെ കാണുന്ന ആ വാദിയാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഈ വാദി ക്രോസ് ചെയ്ത് നടക്കാൻ പോയി. എങ്ങനെയുണ്ട്? ഷുവർ ഇവിടുത്തെ നമ്പർ 1 സ്പോട്ട് സൂറിലെ. ഷുവർ നീ കണ്ടിട്ടുണ്ട്? നമ്പർ 2 ആണോ? ഓ യെസ് യെസ് യെസ്, സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക്. അതൊക്കെ അങ്ങ് പോയിട്ടില്ല. ഇന്നത്തെ മേജർ ലൊക്കേഷൻ, ഫസ്റ്റ് ലൊക്കേഷനായ വാദി ഷബിൽ എത്തിയിട്ടുണ്ട്. ഇത് കടല കാണുന്നത്. ഇവിടെ ആക്ച്വലി വാദി മിക്സ് ആകുന്നൊരു സ്ഥലമാണ് ഇത്. നല്ല വെള്ളവും വാദിയും മിക്സ് ആകുന്ന സ്ഥലം. റോഡ് ക്രോസ് സൂറിലേക്ക് പോകുന്ന ബ്രിഡ്ജ് മേളിൽ കാണുന്നു. വാദി ഷബ് ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ട്സും കാര്യങ്ങളുമായിട്ട് അവർ എൻജോയ് ചെയ്ത് പോകുന്നു. നല്ല ഹില്ല, അടിപൊളി ലൊക്കേഷൻ. ഞങ്ങൾ ആ വാദിക്കകത്തേക്ക് നടക്കാൻ പോവാണ്. ഷബിൽ അകത്തേക്ക് പോകാനായിട്ട് ഇത് വാദിയുടെ ഓപ്പോസിറ്റ് സൈഡ് പോകണം. അതിനായിട്ട് 1 റിയാൽ ഫീസുള്ള ഒരു ചെറിയ ബോട്ട് ജേണി ഉണ്ട്. ഞങ്ങളിപ്പോൾ അതിൽ പോയിക്കൊണ്ടിരിക്കുക. ഓപ്പോസിറ്റ് സൈഡ് റീച്ചായി. വാ, 2 കിലോമീറ്റർ അടുപ്പിച്ചുള്ള നടപ്പാണ്. അതായത് വാദി എത്തണമെങ്കിൽ റീച്ച് ആവണമെങ്കിൽ ഇനി 2 കിലോമീറ്റർ ഇതേപോലെ നടക്കണം. ഇതെല്ലാം കൃഷിയുള്ള സ്ഥലങ്ങളാണ്. ഈ മലയുടെ ചുവട്ടിലാണ് നടക്കുന്നത്. അതിൻ്റെ ഡെപ്ത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല എത്ര ഹൈറ്റ് എന്ന്. അതാണ് ലൊക്കേഷൻ നടക്കുന്നത്. ലൊക്കേഷൻ്റെ ഭംഗി വീഡിയോയിൽ എത്ര വ്യക്തമാണെന്ന് അറിയത്തില്ല. എന്നാൽ പോലും പോകാൻ പോകുന്നു ഇങ്ങോട്ട്. ബട്ട് ലക്കിലി നിനക്ക് നീന്താൻ അറിയത്തില്ല. സെയിം ലൊക്കേഷനാണ് പോകുന്നത്. അതായത് தோட்டம் போடுவோம்ல, மிளகா கண்டு பாரு போட்டு அதே மாதிரி பண்றாங்க. தண்ணி இருக்கு எல்லாம். அக்ரிகல்ச்சர் இவங்க நல்லா பண்ணுவாங்கல்ல. உனக்கு அந்த சிட்டிக்குள்ளே இருந்துட்டு இங்கே வந்து இது பார்க்குறப்போ வித்தியாசமா இருக்குல்ல. எங்க வீட்டுக்கு தோப்பு தானே. ട്രെയിനിൻ്റെ പാർട്ട് 2-ലെത്തി. ഇതാണ് ഇനി ക്ലിഫിലൂടെ ഉള്ള വാക്കിംഗ് ആണ്. സിമ്പിളാണ്. ഇനി ഇടയ്ക്കിടയ്ക്കുള്ള ഷോർട്സ് എടുക്കാം. യോഗാസനം ചെയ്യുന്നു അവിടെ കിടന്ന്.
ഓപ്പോസിറ്റ് സൈഡാണ്. ഇതാണ് ഞങ്ങൾ നടക്കാൻ പോകുന്ന ട്രെയിൽ. അത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. സോ ഞങ്ങളുടെ ട്രെയിൽ കണ്ടിന്യൂ ആണ്. എവരി 2 minutes ഞങ്ങൾ നിന്ന് ഷോർട്ട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും രസമാണ് കാണാൻ. നമ്മളെ ദൈവം ചെറുതായിട്ട് സൃഷ്ടിച്ചുകൊണ്ട് ഗുണമുണ്ടായി. തല കുനിക്കാതെ എവിടെയൊന്നും കടന്നു പോകാം. കറക്റ്റ് നല്ല ഫിനിഷിലാണ് ടോപ്പ് സൈഡ് ഇരിക്കുന്നത്. ഇതേ രണ്ടുപേരും ഇവിടെ വീഡിയോയും ഫോട്ടോ ആയിട്ട് നിൽക്കുക. ഒന്നും ആയില്ല. നമ്മൾ കാണുന്ന സീനറി കുതിക്കണം. അതിൻ്റെ അകത്ത് കല്ല് കാണാം. തെളിഞ്ഞ വെള്ളം ചുമ്മാ എടുത്ത് ചാടാം കേട്ടോ. ആയിക്കോട്ടെ. ട്രെയിലിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് കഴിയുമ്പം നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു വാക്കിംഗ്. ഒരു ട്രെയിൽ എന്നൊന്നും പറയാനില്ല, ഏത് പ്രായക്കാർക്കും നടക്കാം. സിമ്പിളായിട്ടൊരു വാക്ക്. അമ്പോ നമ്മൾ ഇതേ അങ്ങറ്റം കഴിഞ്ഞ് വീണ്ടും പോകണം നമ്മുടെ ലൊക്കേഷനിൽ ചെല്ലാൻ. ഒന്നും ആയിട്ടില്ല. ഓക്കെ കഴിയും. ചെറിയൊരു ക്രോസിങ് ഒക്കെ ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഈസി ആക്കി വെച്ചിരിക്കുക. പ്രായമായവരൊക്കെ മുന്നിലുള്ളതുകൊണ്ട് സ്വല്പം സ്ലോ ആയിട്ടാണ് പോകുന്നത്. വാ ഫ്രണ്ട്സിനെ വട്ടാക്കി. ടൈറ്റാനിക് പോസ് പ്ലീസ്. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഓക്കെ. ഇവിടെ ഹൈറ്റും ഒക്കെ ഫീൽ ചെയ്യണമെങ്കിൽ നേരിട്ട് തന്നെ കാണണം. എന്തോ എവിടെ നമ്മുടെ ഫ്രണ്ട്സ് എവിടെ? ഇതൊരു പഴയ വീട് പൊളിഞ്ഞാണല്ലോ. എന്നല്ല ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വീട് കൊണ്ടു വെച്ചായിരുന്നല്ലേ. കൊള്ളാം. അപ്പോൾ നമ്മൾ ലൊക്കേഷനോട് അടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ വാദി ആരംഭിക്കുക. വാദിക്കുള്ളിലുള്ള ഷോട്ട്സ് എടുക്കാൻ എൻ്റെ ഒരു ഗോപ്രോ ഇല്ല, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതൊന്നുമില്ല. ആ ഷോട്ട്സ് നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ ഡൗൺലോഡ് ചെയ്യാം. വഴികൾ അത് ഫലജെടുത്തിരിക്കുന്ന ആ നെറ്റ്വർക്ക് നോക്കിക്കോളൂ. കണ്ടോ? അപ്പോൾ ഇതാണ് വാദിയുടെ ആരംഭ സ്ഥലം. ഇവിടുന്ന് നീന്തൽ അറിയാവുന്നവർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഇനിയാണ് 3 പാസേജ് ഉള്ളത്. കുറച്ച് മുന്നോട്ട് പോയി കുറച്ച് അല്പം നേരം ശേഷം വീഡിയോ. ഇതിലാണ് ഞങ്ങളിനി സ്വിം ചെയ്ത് അകത്തേക്ക് പോകുന്നത്. സോ ഇതൊരു ആദ്യത്തെ പാസേജാണ് ഈ അറ്റം വരെ കാണുന്നത്. അതിനപ്പുറത്തേക്കുള്ള സ്ഥലങ്ങൾ ഒന്നെങ്കിൽ നടന്നു പോകണം. സ്വിമ്മിങ് അറിയത്തില്ലാത്തവർക്കാണ്ട് അവിടെ ദൂരെ ആൾക്കാർ നടന്നു വരുന്നതാണ്. സോ ആൾക്കാർ നീന്തൽ അറിയത്തില്ലാത്തവർ ഈ ഒരു ഏരിയയിൽ നിൽക്കുള്ളൂ. പിന്നീട് ഇവിടെ തൊട്ട് നല്ല ഡീപ്പായിട്ട് ഇതുപോലത്തെ 3 പാസേജ് ഉണ്ട്. ലൈക്ക് ഇത് ഫസ്റ്റ് പാസേജ് എൻഡ് ചെയ്യുന്നതാണ്, പിന്നെ സെക്കൻഡ്, തേർഡ് അങ്ങനെ പോവാം. പിന്നീടൊരു കേവ് ഒക്കെ ഉണ്ട്. അതിൻ്റെ പിക്ചേഴ്സ് ഞാൻ ആഡ് ചെയ്യാം. ഇതാണ് ആ മാജിക്കൽ കാഴ്ച. ഇത് നിലയില്ലാത്ത വെള്ളമാണ്. ഇവിടെ ജസ്റ്റ് കൈ പിടിച്ച് കിടക്കാനേ സ്ഥലമുള്ളൂ. ഈ കേവിനുള്ളിൽ എത്തിച്ചേരുക, ഈ വാട്ടർഫോൾ കാണുക. ഇത് ഫിറ്റായിട്ടുള്ളവർക്ക്, ഹെൽത്തി ആയിട്ടുള്ളവർക്ക് മാത്രം. ആ വാട്ടർഫോളിൻ്റെ മുകളിലേക്ക് കയറാം, അവിടുന്ന് ജമ്പ് ചെയ്യാം, ഡൈവ് ചെയ്യാം. അപ്പുറത്തേക്ക് നടക്കാൻ താല്പര്യമുള്ളവർക്ക് നടക്കാം, പക്ഷേ കാഴ്ചകൾ പിന്നീട് കുറവാണ്. അങ്ങനെ ഞങ്ങളുടെ മടക്കയാത്ര ഇനി തിരിച്ച് ആരംഭിക്കുകയാണ്. സൈലൻസ് അല്ലേ? നിറയെ ഗുഹ, ടർക്കിയിലൊക്കെ കാണുന്ന ഗുഹ പോലെ. എന്താ ഹൈറ്റ് മൊത്തം കിട്ടുന്നില്ല. ഞാൻ
തിരിച്ച് നമ്മുടെ ബോട്ട് കയറിയിടമില്ലേ അങ്ങോട്ടേക്ക് എത്താറായി. ജസ്റ്റ് കുറച്ച് ദൂരം ഞങ്ങൾ നടക്കുന്നൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി. ആ ബ്രിഡ്ജ് കാണാം അങ്ങ് ദൂരെ, കണ്ടില്ലേ? ദൂരത്തിലുണ്ട്. അങ്ങോട്ട് പോയ എനർജി ഒന്നും പലർക്കും തിരിച്ചു വരുമ്പോൾ കാണാനില്ല. പക്ഷെ ഞങ്ങൾ താഴ്ന്നിട്ടില്ല കേട്ടോ. ഞങ്ങളിനി അടുത്ത 2 ലൊക്കേഷൻ കൂടെ നമുക്ക് കിടക്കുമായിരുന്നു എക്സ്പ്ലോർ ചെയ്യാൻ. അകത്തോടെ ഒന്ന് വണ്ടി ഓടിക്കാൻ ഇറങ്ങിയതാണ്. ഇത് ചെന്ന് അവസാനിക്കുന്നത് പെബിൾ ബീച്ചിലാണ്. ഇതിൻ്റെ ആ ബ്രിഡ്ജ് കിട്ടുന്നതാണ് വരെ നമുക്ക് എടുക്കാം. നേരത്തെ പോയ പോലത്തെ അടുത്ത ക്രോസിങ്ങിൽ ഒരു വാദിയുണ്ട്. ആ വാദിയാണ് കാണുന്നത്. നല്ല പെബിൾ ബീച്ച്, ടിവിയിലുള്ള പെബിൾ ബീച്ചിലാണ് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ലൊക്കേഷൻ. സോറി, ഇപ്പോൾ തേർഡ് ലൊക്കേഷനാണ്. നമ്മുടെ തേർഡ് ലൊക്കേഷൻ TV ബീച്ച്, പെബിൾ ബീച്ച്. നിറയെ പെബിൾസാണ് ഇവിടെ, സാൻഡ് അല്ല, ഫുൾ പെബിൾ. അടുത്ത് കാണിക്കാം. ഒത്തിരി കളറിലുള്ള പെബിൾസ് ഉണ്ട്. എങ്ങനെയുണ്ട്? കനകരാജ് ഹായ്. ഓദി ഷബ് കഴിഞ്ഞാൽ സൂറ് ഡയറക്ഷനിൽ ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഉടനെ വാദി തിവി എക്സിറ്റ് ഉണ്ട്. ആ എക്സിറ്റ് എടുത്ത് ആദ്യം കടലിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴാണ് പെബിൾ ബീച്ച് കാണുന്നത്. ആ കടലോരം മുഴുവനാണ് പെബിൾ ബീച്ചസ് എന്നറിയപ്പെടുന്നത്. ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വളരെ നല്ലൊരു സ്ഥലമാണ്. പിന്നീട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സൂറ് ടൗണ് ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. അവിടെ നിന്ന് ഏതാണ്ട് 60 കിലോമീറ്റർ ഉണ്ട് വീണ്ടും സൂറിലേക്ക്. അപ്പോൾ ഞങ്ങൾ മസ്കറ്റിൽ നിന്ന് മൊത്തം 220 കിലോമീറ്റർ കവർ ചെയ്ത് ഇപ്പോൾ സൂറിലെത്തി. സൂറ് വളരെ പുരാതനമായിട്ടുള്ള ഒരു സിറ്റിയാണ്. അവിടെ ഉള്ള ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ് ഞങ്ങളിപ്പോൾ കടന്ന് ചെല്ലുന്നത്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. പിന്നീട് മൊത്തം സിറ്റിയുടെ ഒരു ഓവർ വ്യൂ കൂടി മുകളിൽ നിന്ന് ഞങ്ങളെടുത്ത് കാണിക്കാം. നമ്മുടെ അടുത്ത ലൊക്കേഷൻ സൂറിൻ്റെ ടോപ്പിലെത്തി. അതായത് സൂറിൻ്റെ പറയുന്ന ടൗണ്, പഴയ ഓൾഡ് ടൗണാണ് ഒമാനിലുള്ള. ഇങ്ങനത്തെ കപ്പലുകളൊക്കെ ഉണ്ടോ? ഇതാണ് ദോ ക്രൂസ്. ഇതാ കാണുന്നത് ഉരു ഉണ്ടാക്കുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു കാണാമെന്ന്. അതെ, ഇങ്ങനത്തെ ഉരുകളിലാണല്ലോ പണ്ട് ഗൾഫിലേക്കൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു മാതൃക എന്ന് വെച്ചാൽ ശരിക്കും ഷിപ്പ് ഉണ്ടാക്കുന്നൊരു സ്ഥലമാണ്. ഇപ്പോഴും അവിടെ നിർമ്മിക്കുന്നുണ്ട് ഓർഡർ പ്രകാരം. ഒരു വലിയ ഒരു ഉണ്ടാക്കുന്നുണ്ട് അവിടെ. പിന്നെ റിപ്പയർസ് നടക്കും. ഇപ്പോഴും ചെയ്യുന്നത് മലയാളികളും തമിഴിലും തന്നെ. കോഴിക്കോട് നിന്നുള്ള ഇക്കമാരൊക്കെ ഉണ്ട്, ഒത്തിരി പേര് പണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ പോകുന്നില്ല. പിന്നെ സൂറിന് മറ്റൊരു കാഴ്ച സൂർ ബ്രിഡ്ജ്, ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇതാണ് സൂറിൻ്റെ സ്പെഷ്യാലിറ്റി. സൂറിനെ റാസൽ ജിൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന പാലം. സോ 2 ലൈനാണ്. പിന്നെ അതിൻ്റെ കോർണിഷ് ഫുൾ ഡിസ്റ്റൻസ് നമുക്ക് കാണാം. സൂറ് ഇഷ്ടംപോലെ മിനാറുകളും ഇഷ്ടംപോലെ ഫോർട്ടുകളും ഉള്ള സൂർ, ഓൾഡ് ടൗൺ സൂർ. ഇതൊരു പർപ്പിൾ കളർ, ഇത് ഇംഗ്ലീഷ് ഫിലിമിൽ കാണുന്ന അമേരിക്കൻ സിനിമയിലെ ലൊക്കേഷൻ പോലെ ഒരു പർപ്പിൾ ഫീലില്ല. സ്പെഷ്യൽ കളർ ഞാൻ കണ്ടിട്ടില്ല ആ കളറിൽ. ഇതൊരു വരുന്ന വഴി അമറാത്ത് ഹൈറ്റ്സ് എന്നുള്ളൊരു വ്യൂ ആണ്. ഇപ്പോൾ റിനോവേറ്റ് ചെയ്തോളൂ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. മുകളിലൊരു മസ്കറ്റ് എന്നുള്ള ലൈറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു നല്ല ഹെയർ പിൻ. അവിടെയുള്ള നിറയെ ആൾക്കാർ ഈ ഏരിയയിൽ വരും. അപ്പോൾ ഇന്നത്തെ യാത്ര മൊത്തം കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ബൈ ബൈ.